ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. സോ ഇന്ന് ഞാൻ NMC CBT അഡൽട്ട് എക്സാമിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2025 ഈ മാർച്ചിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു ആർ വിത്ത് എ ഡിമെൻഷ്യ പേഷ്യൻറ്റ് ആൻഡ് ദർ ഈസ് ഫയർ ഔട്ട്ബ്രേക്ക്, വാട്ട് വിൽ യു ഡു? അതായത് നമ്മളൊരു ഡിമെൻഷ്യ പേഷ്യൻ്റെ അടുത്താണ്, അപ്പോഴാണ് നമ്മൾ ഫയർ ഔട്ട്ബ്രേക്കിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ലീവ് ദ പേഷ്യൻറ്റ് ആൻഡ് റൺ ഫോർ യുവർ ഡിയർ ലൈഫ്. അതായത് പേഷ്യൻറ്റിനെ അവിടെ നിന്ന് വിടുക, എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുക. സെക്കൻഡ് ഓപ്ഷൻ, ഓപ്ഷൻ ബി, ഫോളോ അതർ സ്റ്റാഫ്. മറ്റുള്ള സ്റ്റാഫ് എന്താണോ ചെയ്യുന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കുക. തേർഡ് ഓപ്ഷൻ, യൂസ് യുവർ ഇൻസ്റ്റിങ്ക്ട് അറ്റ് ദാറ്റ് ടൈം. അതായത് പറയുന്നത് ആ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. ഓപ്ഷൻ ഡി, ഫോളോ ദ പോളിസി ആൻഡ് പ്രോട്ടോകോൾ. പോളിസിയും പ്രോട്ടോകോളും ഫോളോ ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷനും നമ്മുടെ ഹോസ്പിറ്റലുമായിട്ടും ഹോസ്പിറ്റലിന്റെ പോളിസിയുമായിട്ടും റിലേറ്റഡ് ആയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോളോ ദ പോളിസി ആൻഡ് പ്രോട്ടോകോൾ. അതായത് ഒരു ഫയർ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൻ്റെതായ ഒരു പോളിസിയും പ്രോട്ടോകോളും ഉണ്ടാവും. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ഡി. So second question, a patient is on end of life here. He has severe pain. He doesn't know how to use medical device which is using for pain relief. അതായത് എൻഡ് ഓഫ് ലൈഫ് കെയറിലുള്ള ഒരു പേഷ്യൻറ്റ് സിവിയർ പെയിനിലാണ്. ഒരു മെഡിക്കൽ ഡിവൈസ് ഉണ്ട്, ബട്ട് ഹി ഡസൻ നോ, അറിയില്ല പേഷ്യൻറ്റ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ദാറ്റ് എ ഫാർമസിസ്റ്റ് വിൽ കം ആൻഡ് എക്സ്പ്ലെയിൻ. പേഷ്യനോട് പറയണം ഫാർമസിസ്റ്റ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബി ഓപ്ഷനിൽ, ഗിവ് ലീഫ്ലെറ്റ് റിഗാർഡിംഗ് ദ ഡിവൈസ്. പേഷ്യന് ലീഫ്ലെറ്റ് കൊടുക്കുക, പേഷ്യൻ്റെ അടുത്ത് വായിച്ച് അത് മനസ്സിലാക്കാൻ പറയുക. തേർഡ് ഓപ്ഷൻ, എക്സ്പ്ലെയിൻ അബൌട്ട് മെഡിക്കൽ ഡിവൈസ് ആൻഡ് മേക്ക് ദ പേഷ്യൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്യുക പേഷ്യൻ്റ് അത് അണ്ടർസ്റ്റാൻഡ് ആയോ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫോർത്ത് ഓപ്ഷൻ, എക്സ്പ്ലെയിൻ വൺസ്. എൻഡ് ഓഫ് ലൈഫ് കെയറിലെ പേഷ്യന് ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കൊരിക്കലും അറിയില്ല പേഷ്യൻ്റ് അത് മനസ്സിലായിട്ടുണ്ടോ, അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓപ്ഷൻ സി ആണ്, എക്സ്പ്ലെയിൻ അബൌട്ട് മെഡിക്കൽ ഡിവൈസ് ആൻഡ് മേക്ക് ദ പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഈ സിനാരിയോയിൽ തന്നെ തന്നിട്ട് ഒരു എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റ് ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ആ പേഷ്യൻ്റ് ആ മെഡിക്കൽ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പെയിൻ ആകുന്ന സമയത്ത് അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷനിൽ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനുള്ള പേഷ്യനോട് നമുക്ക് പറയാൻ പറ്റില്ല വെയിറ്റ് ഫോർ ദ ഫാർമസിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി, ഗിവ് ലീഫ്ലെറ്റ് റിഗാർഡിംഗ് ദ ഡിവൈസ്. പേഷ്യൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, ലീഫ്ലെറ്റ് വായിച്ച് മനസ്സിലാക്കി ആ ഡിവൈസ് യൂസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലല്ല, അത് നമ്മളവിടെ മനസ്സിലാക്കണം. നമുക്ക് ഓപ്ഷൻ സി ചൂസ് ചെയ്യാം. പിന്നെ CBT ഈ എക്സാമിന്റെ സമയത്ത് എൻഡ് ഓഫ് ലൈഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റീസെന്റ് ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരും വീഡിയോസിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദ തേർഡ് ക്വസ്റ്റ്യൻ, പേഷ്യന്റ് ഈസ് ആംഗ്രി, വിച്ച് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ വിൽ ബി യൂസ്ഡ്? നമ്മൾ CBTക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡൽട്ട് നഴ്സിംഗിന്റെ ആ ഒരു പാർട്ടിൽ ചെറിയൊരു ടോപ്പിക്കാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. അതായത് നഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാരിയോസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആംഗ്രി അല്ലെങ്കിൽ അപ്സെറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ? ദ ഫസ്റ്റ് വൺ, ക്ലാരിഫിക്കേഷൻ ടെക്നിക്. ഒരിക്കലും പേഷ്യൻ്റ് അപ്സെറ്റ് ആണ് അല്ലെങ്കിൽ വയലൻ്റ് ആണ്, ആംഗ്രി ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കെയർഫുള്ളി ലിസൺ ചെയ്യും. വൺസ് പേഷ്യൻ്റ് സെറ്റിൽ അല്ലെങ്കിൽ കാം ആയതിനു ശേഷം മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫർദർ അഡ്വൈസ് കൊടുക്കാൻ പോവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, എൻകറേജിങ് കമ്പാരിസൺ. ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ട് എൻകറേജിങ് കമ്പാരിസൺ പറയുന്ന ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഫോക്കസിങ്ങോ യൂസ് ചെയ്യില്ല. ദ മെയിൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് യൂസിങ് സൈലൻസ് ആണ്. സോ ഓപ്ഷൻ ബി is the right answer. Fourth question, a patient is being prepared for surgery and was placed on NBO, nilpad oral. What is the purpose of NBO? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മേജർ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനെ ഫാസ്റ്റിങ്ങിൽ വെക്കും. 8 hours, 6 hours, 12 hours. സോ അതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് കണ്ടു നോക്കാം. ഓപ്ഷൻ എ, only for abdominal procedures.
ഒരിക്കലുമല്ല അബ്ഡോമിനിൽ മാത്രമല്ല സർജറീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, വേറെ ബോഡി പാർട്സിൽ നമ്മൾ മേജർ സർജറീസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ടു ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ്സ്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും നമ്മൾ പേഷ്യന്റിനെ NPO വെക്കുന്നത്, നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി ടു ഫെസിലിറ്റേറ്റ് ഇൻഡക്ഷൻ ഓഫ് പ്രീമെഡ്സ്. ഇൻഡക്ഷൻ ഓഫ് പ്രീമെഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ NPO വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NPO വെക്കുമ്പോൾ തന്നെ നമ്മൾ പേഷ്യന്റ് മെഡിസിൻ കൊടുക്കുന്നത് IV അല്ലെങ്കിൽ ഡിഫറെന്റ് റൂട്ടിലൂടെ ആയിരിക്കും. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ the last one, option D, prevention of aspiration pneumonia. We all know that the main reason why we are keeping the patient NPO to prevent aspiration pneumonia during the surgery or after the anesthesia. So the right answer is option D. Fifth question. What kind of medication should 2 nurses administer and monitor in the ward? ചില ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, അത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നേഴ്സ്, നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സാണ്, നമുക്കൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് അല്ല അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് മെഡിസിൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ചില ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, കൺട്രോൾ മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് നമ്മൾക്ക് തന്നെ കൊടുക്കാൻ കഴിയില്ല, വേറൊരു നേഴ്സിന്റെയും കൂടെ വെരിഫിക്കേഷൻ ഡബിൾ ചെക്കിന് ശേഷം മാത്രമേ നമുക്ക് ആ മെഡിസിൻ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട്. ഓപ്ഷൻ എ നിഫിഡിപ്പിൻ, ഓപ്ഷൻ അല്ല. ഓപ്ഷൻ ബി പാരസെറ്റമോൾ, നമുക്കറിയാം പാരസെറ്റമോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ്. ഓപ്ഷൻ സി മോർഫിൻ, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ, ദാറ്റ്സ് എ കൺട്രോൾ മെഡിക്കേഷൻ. സോ വി നീഡ് 2 nurses verification to administer and monitor. And option D NSAIDs, non steroidal anti-inflammatory drug, അതുമല്ല. So option C ആണ് മോർഫിൻ. So sixth question, what are the factors of BMI? BMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. ആ ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണമെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ അറിയണം. So the BMI is calculated by dividing an adult's weight in kilograms by their height in meter square. So അവിടെ അതിനകത്ത് നമുക്ക് തന്നെ കിട്ടും വെയിറ്റ് ആൻഡ് ഹൈറ്റ് ആണ് അതിന്റെ ഫാക്ടേഴ്സ്. സോ നമുക്ക് റിമൈനിങ് 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. The option A height and weight circumference, B weight and waist, അതുമല്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, വെയിറ്റ് ആൻഡ് ഹൈറ്റ്. ഓപ്ഷൻ ഡി റോങ് ആണ്, വെയിറ്റ് ആൻഡ് ഹെഡ് സർക്കംഫറൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം, BMI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിവൈഡിങ് ആൻ adult weights in kilograms by their height in meter square. So seventh question, one of your healthcare assistant came to you saying that she could not continue with her work rounds due to bad back. What will you do first? അതായത് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിൽ ഒരു കെയർ അസിസ്റ്റന്റിന് പറയുന്നുണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡ്യൂ ടു ബാക്ക് പെയിൻ. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഓപ്ഷൻ എ സെൻഡ് യുവർ ഹോം ആൻഡ് കവർ ഹെർ വർക്ക് ഫോർ യുവർ സെൽഫ്. ഓപ്ഷൻ ബി അസസ് യുവർ കൊളീഗ്സ് ബാക്ക് ആൻഡ് അഡ്മിനിസ്റ്റർ പെയിൻ കില്ലേഴ്സ്. ഓപ്ഷൻ സി ring for agency staff to cover the shift. Option D documents the incident and report to the manager. സോ ഒരു കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കറിന് ആ ഒരു സിറ്റുവേഷനിൽ ഡ്യൂട്ടി ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല, ലൈക്ക് സിക്ക് അങ്ങനെ ലീവ് എടുത്ത് പോകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യുക? ഓപ്ഷൻ എയിൽ എന്താ പറയണേ? സെൻഡ് യുവർ ഹോം ആൻഡ് കവർ ഹെർ വർക്ക് ഫോർ യുവർ സെൽഫ്. ഒരിക്കലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അതായത് സ്റ്റാഫിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ഡ്യൂട്ടിയും കൂടി നമുക്ക് എന്താ പറയുക കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. ഓപ്ഷൻ ബി എന്താ? അസസ് യുവർ കൊളീഗ് ബാക്ക് ആൻഡ് അഡ്മിനിസ്റ്റർ പെയിൻ കില്ലേഴ്സ്. നമ്മൾ സ്റ്റാഫിന്റെ കറന്റ് സിറ്റുവേഷൻ അസസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളല്ല. നമുക്ക് വിത്തൗട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. സോ അതും റോങ് ആണ്. ഓപ്ഷൻ സി റിംഗ് ഫോർ ഏജൻസി സ്റ്റാഫ് ടു കവർ ദ ഷിഫ്റ്റ്. ഓപ്ഷൻ സിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല ആ ഒരു സിറ്റുവേഷനിൽ ഏജൻസിയിൽ വിളിച്ചിട്ട് ഒരു സ്റ്റാഫിനെ കവർ ചെയ്യാൻ പറയാന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നോക്ക്, ഡോക്യുമെന്റ്സ് ഇൻസിഡന്റ് ആൻഡ് റിപ്പോർട്ട് ടു ദ മാനേജർ. നമ്മൾ ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യുക? ആ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുക, മാനേജറിനെ എടുത്ത് അറിയിക്കുക. മാനേജർ ആയിരിക്കാം ഫർദർ സ്റ്റെപ്സ് ആ സ്റ്റാഫിന്റെ സിക്ക് ലീവിന്റെ കാര്യമാണെങ്കിലും വേറെ സ്റ്റാഫിനെ കവർ ചെയ്യാനുള്ള കാര്യമാണെങ്കിലും അറേഞ്ച് ചെയ്യുക. 8th question, what's an appropriate task to delegate to your nursing support worker? ഒരു നഴ്സിംഗ് സപ്പോർട്ട് വർക്കറിന് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടാസ്ക് ആണ് നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ എ പേഴ്സണൽ കെയർ, ഓപ്ഷൻ ബി ഡ്രഗ് റൗണ്ട്, ഓപ്ഷൻ സി IV മെഡിക്കേഷൻ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ വാർഡ് റൗണ്ട്. ഓപ്ഷൻ ബി ആൻഡ് സി ഡി നോക്കുക. നമുക്കതൊരിക്കലും ഒരു സപ്പോർട്ട് വർക്കറിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് അല്ല. ഡ്രഗ് റൗണ്ട് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഡോക്ടർ അവർ ചെയ്യുന്നൊരു കാര്യമാണ് ഡ്രഗ് റൗണ്ട്. അതേപോലെ IV മെഡിക്കേഷൻ
ഒരിക്കലും ഒരു സപ്പോർട്ട് വർക്കറിന് നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയില്ല. ദ സെയിം തിങ് ഓപ്ഷൻ ഡിയിലും പറഞ്ഞിരിക്കുന്നത് വാർഡ് റൗണ്ട്. സോ ഇത് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. നഴ്സിംഗ് സപ്പോർട്ട് വർക്കറിന് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് പേഴ്സണൽ കെയർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. So ninth question, you are carrying out wound dressing with a new product. What is your intervention as a nurse? അതായത് നമ്മൾ രജിസ്റ്റേർഡ് നഴ്സാണ്, ഒരു ഡ്രസ്സിങ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തു നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ന്യൂ ആണ്. ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഓപ്ഷൻ എ, ടോക്ക് ടു ദ നഴ്സ് ആഫ്റ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് ഹൗ ടു ഡു ദ wound കെയർ. ഓപ്ഷൻ ബി, ഡു നോട്ട് റിമൂവ് ദ പ്രീവിയസ് ഡ്രസ്സിംഗ് ആൻഡ് അപ്ലൈ ദ ന്യൂ പ്രൊഡക്ട്സ് ഓവർ ഇറ്റ്. ഓപ്ഷൻ സി, leave the dressing without doing it. Option D, refer to another practitioner for patient safety until you gain your competency and skills. ഈ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഇത് പറയുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റുമായിട്ട് ഫെമിലിയർ അല്ല, പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും വെച്ച് നോക്കാം. ടോക്ക് ടു ദ നഴ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് അബൌട്ട് ഹൗ ടു ഡു ദ wound കെയർ. ആ ഒരു സിനാരിയോയിൽ നമ്മുടെ ഷിഫ്റ്റിൻ്റെ എൻഡിലല്ല ചോദിക്കേണ്ടത്. അപ്പം നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, ഡു നോട്ട് റിമൂവ് ദ പ്രീവിയസ് ഡ്രസ്സിംഗ് ആൻഡ് അപ്ലൈ ദ ന്യൂ പ്രൊഡക്ട്സ് ഓവർ ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഡ്രസ്സിങ്ങുമായിട്ട് ഫെമിലിയർ അല്ല, പിന്നെ നമ്മൾ പ്രീവിയസ് ഡ്രസ്സിംഗ് റിമൂവ് ചെയ്യാതെ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഐഡിയ ഇല്ലാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, ലീവ് ദ ഡ്രസ്സിംഗ് വിത്തൗട്ട് ഡൂയിങ് ഇറ്റ്. നമുക്ക് അസൈൻ ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്യാതെ വിടുന്നതും പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യമല്ല. വി ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ സി ആസ് വെൽ. ലാസ്റ്റ് ഓപ്ഷൻ, റെഫർ ടു ദ അനദർ പ്രാക്ടീഷണർ ഫോർ പേഷ്യന്റ് സേഫ്റ്റി until you gain your competency and skills. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? നമ്മളൊരു അനദർ പ്രാക്ടീഷണർ അല്ലെങ്കിൽ അതർ കൊളീഗ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ അടുത്ത് പറയാം, നമ്മൾ അത് ഫെമിലിയർ അല്ല, ഇഫ് ദാറ്റ് സ്റ്റാഫ് ഈസ് ഫെമിലിയർ ലെറ്റ് ദാറ്റ് സ്റ്റാഫ് ഡു ദാറ്റ് പ്രൊസീജിയർ. എന്നിട്ട് നമ്മൾ അതിൻ്റെ കോമ്പിറ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്ത് ആയതിനു ശേഷം മാത്രം ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഓപ്ഷൻ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 10th question, all of the following are part of palliative care or end of life care except. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ 3 എണ്ണം പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ പേഷ്യന്റ് കൊടുക്കുന്നതാണ്, ഒരെണ്ണം ഒഴികെ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഗിവിംഗ് മെഡിക്കേഷൻ. ഓപ്ഷൻ ബി, ഫീഡിംഗ് പേഷ്യന്റ്. ഓപ്ഷൻ സി, റെസിസ്റ്റേഷൻ. ഓപ്ഷൻ ഡി, സൈക്കോളജിക്കൽ സപ്പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എൻഡ് ഓഫ് ലൈഫ് കെയർ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ പേഷ്യന്റിനെ റെസിസ്റ്റേറ്റ് ചെയ്യാറില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 10 ക്വസ്റ്റ്യൻസും മാർച്ച് ആദ്യം വന്ന എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിമൈനിങ് ക്വസ്റ്റ്യൻസ്, അതായത് 120 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ വരും വീഡിയോസിൽ ഉണ്ടാവും. റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് റിവ്യൂ ചെയ്യുക. ഇതുപോലുള്ള സിനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസും സിനാരിയോ ബേസ്ഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ please like, subscribe and support my channel. Thank you so much. Bye bye.